ഒരു കാട്ടിൽ നിന്നും ആരോ പറിച്ചു കളഞ്ഞ ഈ പാഴ്ചെടിക്ക് ഇന്ന് 10,000-ഓ ലക്ഷങ്ങളോ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? ആ കഥ ഞാൻ പറഞ്ഞു തരാം. മണ്ണിൽ ആഴ്ന്നു വളരുവാൻ പാകത്തിൽ രൂപപ്പെട്ട തായ്വേരുകൾ മുറിച്ചു മാറ്റി ഒരിക്കലും ഉണങ്ങാത്ത ആഴത്തിലുള്ള മുറിവുകൾ, ഷേപ്പ് വരുത്തുവാൻ വേണ്ടി വളയ്ക്കപ്പെട്ട നിമിഷങ്ങൾ, ഈ ചെടി അനുഭവിച്ച കഷ്ടതയുടെ ഒരു കഠിന കാലം ഒരു ചെറിയ പോട്ടിലേക്ക് മാറിക്കൊണ്ട് തൻ്റെ ശിഖരങ്ങളിൽ വലിഞ്ഞു മുറിയ കമ്പികൾ, വളയ്ക്കലുകൾ, തിരിക്കലുകൾ, ഈ ചെടി കടന്നുപോയ കഠിനമായ പരീക്ഷണങ്ങൾ അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രൂപാന്തരത്തിൻ്റെ കാരണം. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, കഷ്ടതകൾ, തോരാത്ത കണ്ണീരിൻ്റെ സങ്കടക്കടൽ, ആ സങ്കടക്കടൽ തുഴഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ആശ്വാസത്തിന്റെ തീരമെത്തുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ തീർച്ചയായിട്ടും കടന്നു വരാം. സങ്കടത്തിന്റെ തോരാ പെരുമഴ പെയ്യുന്ന കാലം, എന്തു ചെയ്താലും വിജയിക്കാത്ത സമയം, പ്രതിസന്ധികളുടെ പത്മവ്യൂഹക്കൂടുകളിൽ നമ്മൾ അകപ്പെട്ട് നട്ടം തിരിയുന്ന അവസ്ഥ. പക്ഷേ ഒരവസ്ഥയ്ക്കും വെറും ഒരു താൽക്കാലികമായ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ വിജയം. ഈ ചെടി അനുഭവിച്ച കഷ്ടതകൾ, ഒടിച്ചു മടക്കലുകൾ, നുറങ്ങുന്ന വേദനകൾ, പ്രതിസന്ധികളിൽ വീണുപോകാതെ, സങ്കടങ്ങളിൽ മനം തകരാതെ, വേദനകളിൽ സങ്കടപ്പെട്ട് തോറ്റുകൊടുക്കാതെ, ആത്മവിശ്വാസത്തോടെ എണീറ്റ് നിന്ന് പോരാടിയവരാണ് ജീവിത വിജയം അവകാശമാക്കിയവർ. ജീവിതത്തിൽ വിജയിച്ചവരുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ നമുക്ക് കരുത്തേകുമ്പോൾ നമുക്കും അതേ ഊർജത്തോട് നമ്മുടെ പ്രതിസന്ധികളെ നോക്കി പ്രശ്നമേ, നിനക്കെന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പായും ആത്മവിശ്വാസത്തോടെ പറയുവാൻ തന്നെ സാധിക്കും. ആ പ്രതിസന്ധികളിൽ വീണു പോകാതെ ധൈര്യം സംഭരിച്ച് ഓടിയവരുടെ കൂട്ടത്തിലാണ് നാളെ ഞാനും നിങ്ങളുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.